നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ എപ്പിസോഡ് ഏഷ്യാനെറ്റിൽ കാണിക്കുന്ന എപ്പിസോഡിൻ്റെ ലാസ്റ്റായിട്ട് സിജോയുടെ റീ എൻട്രിയാണ് കാണിക്കുന്നത്. സിജോനെ കാണിക്കുന്നില്ലെങ്കിൽ കൂടെ സിജോ ആണ് എൻട്രി ചെയ്തിട്ടുള്ളത്. സിജോയുടെ റീ എൻട്രി അങ്ങനെ ഏഷ്യാനെറ്റ് ഒഫീഷ്യലി പറഞ്ഞ പോലെ, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് പറഞ്ഞു, അത് തന്നെയാണ്. സിജോ തിരിച്ചു വരികയാണ്. എല്ലാവരുടെയും എക്സ്പ്രഷൻസ് ഉണ്ട്, ആരാണ് വരുന്നത് എന്നുള്ള രീതിയിലൊരു ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന ആൾക്കാർ ചില ആൾക്കാർക്കൊക്കെ സംശയം തോന്നിയിരുന്നു. അങ്ങനെ സിജോയുടെ റീ എൻട്രിയാണ്. ഒരുപാട് സീരിയസ്ലി ഞാൻ എന്നെപ്പോലെ ചിന്തിക്കുന്നവരട്ടോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കംബാക്കാണ് സിജോൻ്റെ. പ്രത്യേകിച്ച് സിജോൻ്റെതല്ലാത്തൊരു കാരണം കൊണ്ട് പുറത്തുപോയ സിറ്റുവേഷൻ ദാറ്റ് ഇസ് റിയലി അൺഫോർച്ചുനേറ്റ്. കാരണം വെച്ചാൽ അത്രയും നല്ലൊരു അംബീഷ്യസ് ആയിട്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാരൻ, നല്ലൊരു ഗെയിമറായിട്ട് നമ്മൾക്ക് ആദ്യം കുറച്ച് ദിവസം നിന്നിട്ടില്ലെങ്കിൽ കൂടെ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൊവോക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഇരുന്നിട്ടുള്ള മൈൻഡ് ഗെയിമറായിട്ടുള്ള നല്ല ഗെയിമറായിട്ടുള്ളൊരു വ്യക്തി തൻ്റെതല്ലാത്തൊരു കാരണങ്ങളാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റാണ്. അസീറോക്കി ഇടിച്ചിട്ട് എന്താ പറയുക, സിവിയർ ഇഞ്ചറിയൊക്കെ പറ്റി കഴിഞ്ഞിപ്പോൾ ഏത് ഷേപ്പിലാണ്, ഞാൻ തമാശയ്ക്ക് പറയല്ല, ഇനിയിപ്പോൾ ഏത് ഷേപ്പിലാണ് തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. പുള്ളിയെ കണ്ട സമയത്താണ് സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ സിജോനെ കണ്ടപ്പോൾ താടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഭയങ്കര വിഷമം തോന്നിപ്പോയി. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോയുടെ സംസാരവും കാര്യങ്ങളൊക്കെ പ്രത്യേക, സിജോൻ്റെ സംസാരം മാനറിസംസൊക്കെ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് സിജോൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സിജോനെ ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കാണുന്നൊരു വ്യക്തി, പ്രത്യേകിച്ച് ഈ താടിയലിനെ കിട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഫിസിക്ക് നോക്കുന്ന ഒരാൾ, ഹെൽത്ത് ഒരുപാട് ശ്രദ്ധിക്കുന്നൊരു വ്യക്തി. അപ്പോൾ സ്വന്തം കാരണം കൊണ്ടല്ലാണ്ട് ജസ്റ്റ് ഒരു പ്രൊവോക്കിംഗ് സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇത്രയും ടൈറ്റായിട്ട് റൂൾസ് ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട് അസീറോക്കിനെ പോലെ ഒരു വിവരമില്ലാത്തവൻ കയറിയിട്ട് എന്താ പറയുക ഇടിച്ചിട്ട് അവൻ്റെ ഓൾമോസ്റ്റ് കരിയർ തന്നെ നശിക്കുന്ന രീതിയിലായിപ്പോയി അല്ലേ. അപ്പോൾ അതുകൊണ്ട് സിജോൻ്റെ കംബാക്ക് ഭയങ്കരമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ള അറിയാം. എന്താണ് സിജോ വന്നതിന് ശേഷം ഇനി ചേഞ്ചസ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. അറിയില്ല ഇനി ഇത്രയും ദിവസം സിജോ അവിടെ നിന്നിട്ട് ആ ഒരു സിജോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റിനേക്കാളും കൂടുതൽ ഒരു റീ എൻട്രി സിജോയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഇത്രയും ദിവസം ആയ സ്ഥിതിക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ആയിരിക്കില്ല എൻ്റർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അതിനുള്ളിൽ കുറച്ച് ദിവസം നിന്ന് തിരിച്ചു വരുന്ന സിജോനേക്കാളും നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു വൈൽഡ് കാർഡ് എൻട്രി പോലെ വരുന്നൊരു സിജോനെ ആയിരിക്കാം. കാരണം ചില പുറത്തെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം സിജോ കണ്ടിട്ടുണ്ട്. ജാസ്മിൻ ഗബ്രി ഇഷ്യൂസ് അറിയാം, പ്ലസ് ജിൻഡോൻ്റെ കാര്യങ്ങൾ അറിയാം. അങ്ങനെ ആ ഹൗസിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിയുമായിരിക്കാം. അല്ലാതെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട് ഒരു ഇൻഫർമേഷനും കിട്ടാതെ ഒരു ജയിലിൽ കഴിയുന്ന പോലെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞൊരു വ്യക്തി ആയിരിക്കില്ല എന്ന് വിചാരിക്കുക. സിജോ ഇനി സീക്രട്ട് റൂമിലുണ്ടായിരുന്നോ, സിജോ നടക്കുന്ന കാര്യങ്ങളുണ്ട് അവിടെ വല്ലതും അറിഞ്ഞോ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. എല്ലാം ഞാനും നിങ്ങളെപ്പോലെ നാളെ ലുക്കിംഗ് ഫോർവേഡ്, നാളെ വളരെ ഒരു എക്സൈറ്റിംഗ്, നാളെ മുതൽ കുറച്ച് ചേഞ്ച് വേണം. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഡീറ്റെയിൽ വീഡിയോ ഞാനും ഇതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെയാണ് ആ വീഡിയോ വരുന്നത്. നമ്മൾ ഇന്നത്തെ ദിവസവും എപ്പിസോഡും കംപ്ലീറ്റ് ഒരു റീക്യാപ്പ് പോലെ. അല്ലാതെ നമുക്കെന്താ വെച്ചാൽ ഈ സീരിയസ്ലി ലവ് ട്രാക്കും ഈ ജബ്രി ഇതൊന്നും കാണാനൊരു താല്പര്യമില്ല. കാണാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേളി ശ്രീനിഷ് ഇഷ്ടമായിരുന്നു, ആ സമയത്തൊക്കെ അവർ തമ്മിലുണ്ടായിരുന്നു. റോബിൻ ദിൽഷ ഇഷ്ടമായിരുന്നു. പക്ഷെ അതുപോലെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബന്ധമല്ല ജബ്രിയുടെ. എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി, ബിക്കോസ് ദർ ഇസ് എ പേഴ്സൺ വെയിറ്റിംഗ് ഔട്ട്സൈഡ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരുപാട് ആർമീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്പ്രൗട്ട് ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, ഇങ്ങനെ മുളച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് ചെറിയ കുനു ആർമി ഗ്രൂപ്പുകൾക്കുള്ളിൽ ഒരുപാട് വലിയ വീരവാദങ്ങളൊക്കെ ഒരുപാട് പേര് നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. സ്ക്രീൻഷോട്ട്സ്, കുറേ വോയിസ് മെസ്സേജസ്, പ്രൊവോക്കിംഗ് ആണ്, ഒരുപാട് സ്ട്രാറ്റജീസ്. ഈ സ്ട്രാറ്റജീസിൽ പലരെയൊക്കെ വളരെ മോശമായിട്ട് സൈബർ ബുള്ളി ചെയ്യാനും പല കഥകൾ, അതായത് അവരുടെ ചില കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് തന്നെ കളിക്കാവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇൻഡിവിജ്വൽ വീട്ടിനുള്ളിൽ ഇരുന്നിട്ടുള്ള പോലത്തുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്നത് പോലെ സ്ട്രാറ്റജീസൊക്കെ കുറച്ച് പേര് അയച്ചു തന്നു. ഞാൻ ഈ വോയിസും കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഗെയിമാണ്. എല്ലാവർക്കും ഓരോരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഓരോരോ ഭാഗങ്ങളുണ്ടായിരിക്കും. അതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി എല്ലാവരും പറയും. ഇപ്പോൾ എനിക്ക് ജാസ്മിൻ ഗബ്രി ഇഷ്ടമല്ല എന്നുള്ള പോലെ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആയിരിക്കാം ജാസ്മിൻ ഗബ്രി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഇവരൊക്കെ ചെയ്യുമായിരിക്കാം, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അങ്ങനത്തെ, ഞാനിപ്പോൾ ഒന്നും റിവീൽ ചെയ്യുന്നില്ല, പക്ഷേ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആ ഗ്രൂപ്പിൽ കണ്ടു. സമയം വന്നാൽ റിവീൽ ചെയ്യൂട്ടോ, ചെയ്യില്ല എന്നല്ല. ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഗ്രൂപ്പുകളിൽ നിന്ന് എനിക്ക് ഫോർവേഡ് ചെയ്ത് കണ്ടു. ഗ്രൂപ്പുകളിൽ നിന്നാണ് പറയപ്പെടുന്നു കേട്ടോ, ഫോർവേഡ് ചെയ്ത് കണ്ടു.
വിത്ത് സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡിങ്സ്, അതൊക്കെ വളരെ മോശമായിട്ട് ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ സിബിനാണെങ്കിലും ജിൻഡോ ആണെങ്കിലും അതുപോലെ ഓരോ കണ്ടസ്റ്റൻസിനെയും, അഭിഷേകിനെ, ഓരോ കണ്ടസ്റ്റൻസിനെയും വളരെ എന്താ പറയുക പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു കുടുംബജീവിതത്തിനെ വരെ ബാധിക്കാവുന്ന രീതിയിൽ. ഒരു പക്ഷേ ചിലപ്പോൾ ഇവർ ഈ പറയുന്നത് ന്യായീകരണമാണ്. ജാസ്മിൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ അനുഭവിച്ചതൊക്കെ അത് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പേഴ്സണലി ഒറ്റ അഭിപ്രായമുള്ളൂ, ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുള്ളൂ, ആസ് യു സോ യു റീപ്പ്. നിങ്ങളെന്ത് വിതച്ചോ അതേ നിങ്ങൾ കൊയ്യുള്ളൂ. അതന്നെയാണ് ഇപ്പോൾ ഇവരുടെ കേസിൽ നടക്കുന്നത്. ഇതിപ്പോൾ നടക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ജാസ്മിൻ ആൻഡ് ഗബ്രി ഈസ് ഓക്കെ. അവർ പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ അവർക്ക് അവരുടെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ മിക്കവാറും ജാസ്മിൻ മൈറ്റ് ഹവ് ഹാഡ് ഒരു ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി ഗബ്രീനായിട്ട് മെൻ്റലി ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ തന്നെയാണ് ചാൻസ്. അൺടിൽ ആൻഡ് അൺലെസ് ഇത് കംപ്ലീറ്റ് ഗെയിം സ്ട്രാറ്റജി എന്നിട്ട് ബാക്കിയുള്ളവരെ കണ്ണുപൊടിയിടുന്ന സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ ഓട്ടെ നമ്മളത് തൊടുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും സിജോ വരുന്ന സമയത്ത് ഈ കാണുന്ന മറ്റുള്ള റിലേഷൻഷിപ്സും മറ്റുള്ള ഗെയിമിനെയും മറ്റുള്ള ആൾക്കാരെയും, ഈവൻ സീക്രട്ട് ഏജൻറ്റ് സായി, ഇതുപോലെ എല്ലാവരും അവിടെ കുറേ ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്നവരുണ്ടല്ലോ, അതുപോലെ അവരൊക്കെ ഇൻഡിവിജ്വലി ഒരു ഒറ്റത്തിൻ്റെ പുറകെ മാത്രം കൂടാതെ ഇൻഡിവിജ്വലി ഒപ്പം ഗെയിം കളിക്കുന്നതിന് കൂടെ അവിടെ ഉറങ്ങിക്കിടക്കുന്ന സ്ലീപ്പർ സെല്ലുകളായിട്ട് കിടക്കുന്നുള്ള കുറച്ച് പേരെയൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ളൊരു ഗെയിം സ്ട്രാറ്റജി സിജോൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നാളെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞങ്ങളിപ്പോൾ കുറച്ച് നേരം കൊണ്ട് ചെയ്തതിന് ശേഷം നാളെ രാവിലെ ഒരു മോർണിംഗ് 7 o'clock യൂഷ്വൽ ടൈം അതിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. സിജോ വരുന്നതിനെ കുറിച്ച് എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും ഡെഫിനറ്റ്ലി. സിജോക്ക് അങ്ങനെ ഹേറ്റേഴ്സ് ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഒരുവിധം എല്ലാവരും ഒരു പക്ഷേ ചിലപ്പോൾ ഗബ്രി ടീംസ് ചിലപ്പോൾ സിജോൻ്റെ കാര്യത്തിൽ കാരണം സ്വാഭാവികമായിട്ട് അവരൊക്കെ എതിരെ വരുന്നൊരു ഗെയിമർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ സിബിനും കൂടി ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ലൈക്ക് ഒന്നും കൂടി എക്സൈറ്റിംഗ് ആവുന്നു അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സിബിൻ പോയത് ഭയങ്കര കഷ്ടമായി പോയി. ഞാൻ ഇന്നലെ ചെറിയൊരു സ്പെക്കുലേഷൻ പറഞ്ഞിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന്. സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ ചെറിയൊരു ഇൻറ്റ്യൂഷൻ എൻ്റെ മനസ്സിൽ തോന്നൽ മാത്രമാണ് കേട്ടോ. പക്ഷേ ആ ചങ്ങാതി ശരിക്കും വിഷമമുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം. വാട്ട് എവർ, ലെറ്റ്സ് സീ. അടുത്തൊരു വീഡിയോയിൽ കാണാം.